സ്വന്തമായിട്ടൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? 900 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ കാഴ്ചയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊരു 900 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു മനോഹരമായൊരു വീടാണ്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം വീടിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. പറകോള ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു ഹാളാണ്. ഒരു TV സ്റ്റാൻഡ് വുഡിൻ്റെ. പിന്നെ സ്റ്റെയറാണിത്. സ്റ്റെയർ നല്ല സ്റ്റൈലായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബാണ്. നമ്മൾ ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബ് ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബിനെ അത് നമ്മൾ പോളിഷ് ചെയ്ത് വുഡ് പോലെ ആക്കിയേക്കുവാണ്. പിന്നെ സ്റ്റെപ്പിൻ്റെ പടി, ആ പടി തടിയാണ്. ബാക്കിയെല്ലാം ഇരുമ്പ് കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇത് വുഡാണ്. ചെറിയൊരു ഷോക്കേഴ്സ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. ഹാളിൽ നമ്മൾ ചെറിയൊരു പാസേജ് പോലെയാണ്. TV സ്റ്റാൻഡ് ഇരിക്കുന്നത് കൊണ്ടാണ് ആ പാസേജ് പോലെ തോന്നുന്നത്. നമ്മൾ ചെറിയ റൂമിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ചെറിയൊരു ബാത്റൂം അതിൽ തന്നെ സൗകര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് അവിടെയും ഒരു റൂമുണ്ട്. ആ റൂമിലും ഇതേപോലെ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു റൂമാണ്. മനോഹരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു നീളത്തിലൊരു ഡ്രോ കാണാം. എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രോ ആണ്. അത് അലുമിനിയം ഫാബ്രിക്കേഷൻ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാള് എല്ലാം ഒരുപോലെയാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസ് കണ്ടോ, നല്ലൊരു വ്യത്യാസമായിട്ടാണ് വാഷ് ബേസ് ചെയ്തിരിക്കുന്നത്. ജനലൊക്കെ സ്റ്റീലാണ് കേട്ടോ, സ്റ്റീലിൻ്റെ കമ്പിക്ക് ചെയ്തതാണ്. ഭാവിയിൽ തുരുമ്പിക്കത്തില്ല. പിന്നെ പെയിൻറ്റിൻ്റെ ലേബർ കുറഞ്ഞിരിക്കും. വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നതും നല്ല മനോഹരമായിട്ടൊക്കെ തന്നെയാണ്. ടേബിള്, ഇതാണ് കിച്ചൺ. അതായത് കിച്ചനും ഹാളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല ഒരു മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായ ലൈറ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചണാണ്. കിച്ചൺ നമുക്ക് നോക്കിയാൽ ഒരു കിച്ചണാണെന്ന് പറയില്ല, എങ്കിലും നല്ലൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു കിച്ചണായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് കണ്ടിട്ട്. വൈറ്റ് ഗ്രാനൈറ്റാണ് കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് ഈ കിച്ചൺ കാണാൻ. ചെറിയ ഒതുങ്ങിയൊരു കിച്ചണാണ്. വാഷ് ബേസിൻ, ടാപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടാപ്പാണ്. പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക ട്രോയാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു സൗകര്യത്തിലുള്ളൊരു മനോഹരമായിട്ടൊരു വീടാണ്. പിന്നെ നമുക്ക് അടുക്കള ഭയങ്കരമായുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ഏരിയയും കൂടി പണിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, ഭാവിയിൽ അവർ ചെയ്യുമായിരിക്കും. സ്റ്റെയർ നമ്മൾ കയറി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പ്രത്യേകിച്ച് റൂമുകളൊന്നുമില്ല. സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ. സ്റ്റെയർ റൂമേ ഉള്ളൂ. 2 റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ 900 സ്ക്വയർ ഫീറ്റ് എന്ന് നമ്മൾ പറഞ്ഞ ഈ വീട്. ഇതിൻ്റെ കഥകൾ മനോഹരമായിട്ടുണ്ട്. ഇത് തേക്കിൽ തീർത്ത മനോഹരമായിട്ടുള്ളൊരു കഥകാണ്. അത് ഇവിടെ നിന്ന തടി തന്നെ വെട്ടി അവർ ചെയ്യിപ്പിച്ചെടുത്ത കഥകാണ്. പിന്നെ വെളിയിൽ കല്ലൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഗാർഡൻ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ നല്ല മനോഹരം, കുറച്ചൊന്നല്ല, നല്ല മനോഹരമായിട്ടുള്ളൊരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു മനോഹരമായൊരു വീടാണ് 900 സ്ക്വയർ ഫീറ്റിൽ ഈ കാണുന്ന ഒരു വീട്.